പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ആദ്യ വെള്ളിയാഴ്ച ദിനം ഇത് വലിയൊരു അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ദിനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. നോക്കിയേ, കുരിശിന്റെ വഴി, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടൊരു ജപമാല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പുറമെ പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലെ? ഹല്ലേലൂയ. ഇനി എന്തിനു വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? അത് വചനം പറയാണ്, സംഗീതത്തിന്റെ പുസ്തകം 27 അവിടെ വചനം പറയാണ്, ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. അതായത് അവിടെ പറയുന്നത് രഥങ്ങളും കുതിരകൾ എന്നൊക്കെ പറയുന്നത് അവരുടെ കഴിവുകളിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ സ്ഥാനമാനങ്ങളിൽ അവർ അഹങ്കരിക്കുന്നു. എന്നിട്ട് പറയാണ് ഞങ്ങളാകട്ടെ, അതായത് വിശ്വാസ സമൂഹം, അതായത് പഴയ ഇസ്രായേലിന്റെ കാര്യം പറയാം. പഴയ ഇസ്രായേലല്ലേ സംഗീതത്തിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ദൈവജനം പറയാണ്, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു, യഹോവയുടെ മക്കളാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന ആ ഒരു ബോധ്യത്തിൽ അഭിമാനം കൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, യേശു ദൈവമാണ്. ചിലപ്പോഴെങ്കിലും നമ്മളെ ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, യേശു ദൈവമാണോ, യേശു മനുഷ്യനാണോ? ചിലർ വളരെ ഗൗരവമായിട്ട് പറയും യേശു മനുഷ്യനാണ്. കാരണം ദൈവ സ്വഭാവം, മനുഷ്യ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മള് കാറ്റീസിൽ ഉറങ്ങിയിരിക്കുന്നിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ യേശു മനുഷ്യൻ, നമ്മുടെ പോലെ മനുഷ്യനാണോ? നമ്മുടെ പോലെ മനുഷ്യനല്ല പ്രിയ സഹോദരങ്ങളെ. അപ്പം അതായത് ഈസ് എ ഡിവൈൻ പേഴ്സൺ, അവൻ ദൈവമാണ്. നമ്മുടെ ഉള്ളിലെ നമ്മൾ ശരിക്കും ആഴ്ന്നിറങ്ങേണ്ട ചില ബോധ്യമാണ്, യേശു ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ചതാണ് യേശു. എൻ്റെ പാപപരിഹാരാർത്ഥം യേശു മനുഷ്യനായി അവതരിച്ചത് അത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം യേശു ദൈവമാണോ മനുഷ്യനാണെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയണം, യേശു ദൈവമാണ്, യേശു ദൈവം. ഇത് തലയിൽ കയറ്റിയേക്കണം, ഈ ഒരു ചിന്ത തലയിൽ കയറ്റിയേക്കണം കേട്ടോ. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെ ശനിയാഴ്ചയാണ്, മെയ് മാസം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിതമാണെന്ന് അറിയാലോ അല്ലെ? ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മെയ് മാസത്തിന്റെ വണക്കമാസമൊക്കെ നിങ്ങൾ ചൊല്ലുന്നുണ്ടാകും, പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. ഈശോ നിങ്ങൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ മടുപ്പ് പാടില്ല, നിങ്ങളത് ചെയ്യണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. ഈശോ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.